ഇതുപോലത്തെ സൂചനകളൊക്കെ വരാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ വന്നിരിക്കുന്ന ആളുകൾ ചെയ്തിരിക്കുന്ന കോമൺ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി റിലേറ്റബിൾ ആവുന്ന രീതിക്ക് നമുക്ക് സ്കാൽപ്പിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പുതിയ ഹെയർ വരാതിരിക്കുക, അങ്ങനത്തെ എല്ലാ സിറ്റുവേഷൻസും ഉണ്ടാകും. ഹെയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്കാൽപ്പ് ചെക്ക് ചെയ്യാറുണ്ടോ? നിങ്ങളുടെ സ്കാൽപ്പ് ഹെൽത്തി ആണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്താറുണ്ടോ? നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ ഈ കമന്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ DM ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്, സ്കാൽപ്പ് എങ്ങനെയാണ് ഹെൽത്തി ആക്കി വെക്കേണ്ടത്, സ്കാൽപ്പിനെ ബേസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുമോ? അവർക്കൊക്കെ ഞാൻ തന്ന മറുപടി നമ്മുടെ സീരീസിൽ നമ്മുടെ സ്കാൽപ്പ് ഹെൽത്തിനെ ബേസ് ചെയ്തിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. സോ ഇന്ന് നമുക്ക് നമ്മുടെ സ്കാൽപ്പ് ഹെൽത്തിനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഹായ്, ഇറ്റ്സ് മീ അപർണ. വെൽക്കം ബാക്ക് ടു ആപ്സ് ക്ലബ്. ദിസ് ഇസ് ദ പാർട്ട് 14th എപ്പിസോഡ് ഓഫ് അവർ ഹെൽത്ത് ഗ്രോത്ത് സീരീസ്. ഇതിനു മുൻപ് നമ്മൾ ഒരുപാട് 13 പാർട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഇത് 14ാമത്തെ പാർട്ടാണ്. അതിൽ നമ്മൾ സ്കാൽപ്പ് ഹെൽത്തും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോണത്. ഇനി ഒറ്റ എപ്പിസോഡോ ബാക്കിയുള്ളൂ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ എപ്പിസോഡ്. എങ്ങനെ ഉണ്ടാവും നമ്മുടെ ഹെയർ ഗ്രോത്ത് സീരീസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സീരീസിന് താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയറിനെ ബേസ് ചെയ്തിട്ട് ഇനിയുള്ള സംശയങ്ങൾ, കൺഫ്യൂഷൻസ് എല്ലാം ചോദിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, അപ്കമിംഗ് വീഡിയോസിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളിക്കാം. നമുക്ക് കുറച്ചും കൂടി റിലേറ്റബിൾ ആവുന്ന രീതിക്ക് നമുക്ക് സ്കാൽപ്പിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ സ്കാൽപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സോയിൽ, ഒരു മണ്ണായിട്ട് നിങ്ങൾ കണക്കാക്കാം. നമ്മുടെ ഹെയർ എന്ന് പറയുന്നത് സീഡായിട്ട് നിങ്ങൾ കണക്കാക്കാം. അപ്പൊ നമ്മുടെ മണ്ണ് നല്ലതല്ല എങ്കിൽ ആ സീഡിന് നമ്മൾ വിചാരിച്ചൊരു മികവ് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചൊരു വിളവെടുക്കാൻ വേണ്ടി നമുക്ക് പറ്റുമോ? ഇല്ല. ഓഫ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, മണ്ണ് നന്നാക്കണം. അതിലേക്ക് നമ്മൾ കുറച്ചും കൂടി നല്ല ജൈവവളങ്ങൾ ഒക്കെ ആഡ് ചെയ്തിട്ട് മണ്ണിനെ കുറച്ചും കൂടി ഫലഭൂഷ്ടിയുള്ളതാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനനുസരിച്ചുള്ള വിളവ് അതിന് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്കാൽപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സ്കാൽപ്പ് അൺഹെൽത്തി ആണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ ഹെയറിന്റെ റൂട്ട്, ഹെയർ തിന്നിങ് അല്ലെങ്കിൽ ഹെയർ ബ്രേക്കേജ്, പുതിയ ഹെയർ വരാതിരിക്കുക, അങ്ങനത്തെ എല്ലാ സിറ്റുവേഷൻസും ഉണ്ടാകും. ബിക്കോസ് ഇതാണ് നമ്മുടെ സോയിൽ എന്ന് പറയുന്നത്. അപ്പൊ സോയിൽ നമുക്ക് ബെറ്റർ ആക്കിയേ പറ്റത്തുള്ളൂ. നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് എല്ലാം ഉള്ളത് നമ്മുടെ സ്കാൽപ്പിലാണ്. ആ സ്കാൽപ്പ് ക്ലീൻ ആയാൽ മാത്രമേ ഇതിന് അവിടെ നിലനിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആക്കുക എന്നത് ഒരു ഭയങ്കര വലിയൊരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് കുളിക്കാറ്, നിങ്ങൾക്കും ഞാൻ പ്രിഫർ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളുടെ വേറൊരു വീഡിയോയിൽ ഞാൻ അത് ഒരു ഓപ്ഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ജിമ്മ് അല്ലെങ്കിൽ നല്ല ഹെവി ആയിട്ട് വേർക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള വർക്കുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ സ്കാൽപ്പ് നല്ല രീതിക്ക് വേർപ്പ് വരുന്നുണ്ട്, അത് ഡേറ്റ് ആവുന്ന സിറ്റുവേഷൻസ് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ആ ദിവസം നിങ്ങൾ കുളിക്കാതെ കിടന്നുറങ്ങരുത്. ഞാൻ പറയാറുണ്ട് കാര്യം. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് അവിടെ ക്ലീൻ ആയാൽ മാത്രമേ ഹെയർ ഫോളിക്കിൾസ് നല്ല രീതിക്ക് അവിടെ നിലനിൽക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഹെയർ ഫോളിക്കിൾസ് അവിടെ ബെസ്റ്റ് ആക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ന്യൂ ഹെയർസ് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ റൂട്ട് അവിടെ സ്ട്രെങ്തനിങ് ആവാൻ വേണ്ടിയിട്ടും സാധിക്കുള്ളൂ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് സ്കാൽപ്പ് ഹെൽത്തി ആക്കി ഇരിക്കണം എന്നാണ് നിങ്ങളോട് പറയുന്നത്. പക്ഷേ ഒരു അൺഹെൽത്തി സ്കാൽപ്പ് ആണോ നിങ്ങളത് എന്ന് നിങ്ങൾ എങ്ങനെയാ നോക്കാം? അതിനുള്ള ചെറിയ സിംറ്റംസ് ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോ സ്കാൽപ്പ് തൊടുന്ന സമയത്ത് തന്നെ വേദന എടുക്കുന്നുണ്ടെങ്കിൽ, ചെറിയ രീതിക്ക് പെയിൻഫുൾ ആവുന്നുണ്ടെങ്കിൽ ആ സ്കാൽപ്പ് ഒരു ഹെൽത്തി വേ അല്ലാതെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്കാൽപ്പിൽ ഒരുപാട് ഓയിൽ ആയിട്ടുള്ള സ്കാൽപ്പും അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ആണെങ്കിലും അതും ഒരു ഹെൽത്തി വേ അല്ല. പിന്നെ നമുക്ക് സ്കാൽപ്പിൽ എപ്പോഴും ഒരു ഇച്ചിങ് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഉണ്ടാവുക, ഇത് രണ്ടും ആണെങ്കിലും നമുക്ക് സ്കാൽപ്പ് ഹെൽത്തി അല്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്കാൽപ്പ് ഹെൽത്തിയിലല്ല പോകുന്നത് എന്ന് കാണിക്കുന്ന സിംറ്റംസ്. അത് നമുക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യുക, പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തുക. അതിനാണ് നമുക്ക് സ്കാൽപ്പിൽ എല്ലാ സിംറ്റംസ് തരുന്നത്. അതുപോലെ തന്നെ ഇതുപോലത്തെ സൂചനകളൊക്കെ വരാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ വന്നിരിക്കുന്ന ആളുകൾ ചെയ്തിരിക്കുന്ന കോമൺ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരുപാട് ഓയിൽ അല്ലെങ്കിൽ ഡ്രൈനെസ് ആവുന്ന സമയത്ത് കൂടുതലായിട്ട് ഷാമ്പു ഇട്ടിട്ട് സ്കാൽപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആക്കാം. അതായത് അവർക്കൊരു ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ കുറവായിരിക്കും. ആ കുറച്ച് ഓയിൽ പ്രൊഡ്യൂസിനെ തന്നെ ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഷാമ്പു വാഷ് ഔട്ട് ചെയ്ത് കളയാം. അങ്ങനെയുള്ള സിറ്റുവേഷനും അതുപോലെ തന്നെ നല്ല രീതിക്ക് ഓയിൽ പ്രൊഡ്യൂസ് നടക്കുന്ന ഒരു സ്കാൽപ്പ് കയറിയിട്ട് ഒരുപാട് ഓയിൽ ഇട്ടിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് നമ്മുടെ സ്കാൽപ്പ് ശരിക്കും ഈ ഒരു സ്റ്റേജിലേക്ക് ആവാനുള്ള കാരണം എന്ന് പറയുന്നത്. പിന്നെ ഡാൻഡ്രഫ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡാൻഡ്രഫിനെ പരിഗണിക്കാതിരിക്കുക, അതിനെ അവഗണിക്കുക എന്നൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് സ്പ്രെഡ് ആകും. അത് നമ്മുടെ സ്കാൽപ്പ് അൺഹെൽത്തി ആവാനുള്ള ഒരു റീസൺ ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഇച്ചിങ് അങ്ങനത്തെ തല തൊടുന്ന സമയത്ത് പെയിൻ ഒക്കെ തോന്നുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് ഡേർട്ടി ആവുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെയർ വാഷ് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിലും നമുക്ക് എന്താവും, സ്കാൽപ്പ് അൺഹെൽത്തി ആകും. നമ്മള് സ്കാൽപ്പില് നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യാം. അത് റോങ് ഷാമ്പു യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ആ സ്കാൽപ്പ് ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടി പറ്റില്ല. ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സിംറ്റംസിലേക്ക് എത്താനുള്ള കാരണങ്ങൾ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ടെങ്കിൽ സഡൻ ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ മിസ്റ്റേക്ക് എന്ത് ചെയ്യാം, പരിഹരിക്കാൻ വേണ്ടി നോക്കാം. ഇനി നമുക്ക് സ്കാൽപ്പിനെ എങ്ങനെ നല്ല ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടി നമ്മുടെ സൈഡിൽ എന്തൊക്കെയാണ് സ്കാൽപ്പിനായിട്ട് സപ്പോർട്ട് എന്നല്ലേ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിന് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് അത് ബെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്കാൽപ്പ് എപ്പോഴും നമ്മൾ ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ മിസ്റ്റേക്കും സൂചനകളിലും എല്ലാത്തിലും പറഞ്ഞിരിക്കുന്നതാണ് സ്കാൽപ്പ് എപ്പോഴും ക്ലീൻ ആക്കി വെക്കണം. ക്ലീൻ ആയിട്ടുള്ള സ്കാൽപ്പ് ആണെങ്കിൽ അതിലേക്കുള്ള നമ്മളുടെ ന്യൂട്രീഷന്റെ ഫ്ലോ ആണെങ്കിലും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പോലെ തന്നെ അതൊരു മണ്ണ് സോയിൽ ആയിട്ട് നിങ്ങൾ കണക്കാക്കുക. അപ്പം ആ ഒരു മണ്ണ് നമ്മൾ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്
അതിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി നമ്മളാണ് നോക്കേണ്ടത്. പിന്നെ ഡെയിലി നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒരു ഒഴിവ് സമയം കിട്ടുമെന്ന് വിചാരിക്കാം. നിങ്ങൾ ടി വി കാണുന്ന സമയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫോണിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന സമയം ആയിക്കോട്ടെ, ആ സമയത്ത് നല്ല രീതിക്ക് ജെന്റിൽ ആയിട്ട് ഒരു സ്കാൽപ് മസാജ് ഇതുപോലെ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ വളരെ ബെസ്റ്റ് ആണ്. ഇനിയിപ്പോ വീട്ടില് ഹസ്ബൻഡ് അല്ലെങ്കിൽ അച്ഛൻ അമ്മ ആരെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ അവർ ടി വി കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ ആ സോഫയുടെ അടിയിൽ പോയിട്ട് എനിക്കൊന്ന് ജസ്റ്റ് ജെന്റിൽ മസാജ് ചെയ്തെന്നെ തലയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തു. അവർ ആ സിനിമ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് മസാജ് ചെയ്യും. ആ സമയത്ത് നമ്മുടെ സ്കാൽപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിക്ക് ഇംപ്രൂവ് ആവും. അത് നമ്മുടെ സ്കാൽപ്പിന് വളരെ നല്ലതാണ്. പിന്നെ ഡാൻഡ്രഫ് വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് സീസൺ ആയിട്ട് ഡാൻഡ്രഫ് വരുന്ന ചില ആൾക്കാരുണ്ട്. ചിലത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകും, വാഷ് ഔട്ട് ചെയ്യും, നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടാവും. പക്ഷെ ചില ആൾക്കാർക്ക് ഡാൻഡ്രഫ് വന്നിട്ടുണ്ടെങ്കിൽ അവഗണിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ നേരെ തിരിച്ച് അതിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ തലയിൽ ഡാൻഡ്രഫ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അതിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡാൻഡ്രഫിനുള്ള പരിഹാരം കാണാം. അത് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അനുവദിക്കാതിരിക്കുക. പിന്നെ നിങ്ങളുടെ സ്കാൽപ്പിന് ഇപ്പൊ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ അൺഹെൽത്തി വേ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അനാവശ്യമായ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ട് സ്കാൽപ്പിനെ ഇനിയും ഒരു ഭയങ്കര മോശം സിറ്റുവേഷൻസിലേക്ക് ഉണ്ടാവാതിരിക്കുക. അതായത് ഈ ഹെയർ മാസ്ക് ഒക്കെ അല്ലേ, ഹെയർ മാസ്ക്, ഹെയർ പാക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിന്റെ ഉള്ള ഒരു ബ്രീത്തിങ് സ്പേസ് ഇല്ലേ, ആ ഒരു സ്പേസ് നിങ്ങൾ കളയാതിരിക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഹെൽത്തി സ്കാൽപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാണ്ട് നിങ്ങൾ അതിനെ പിന്നെയും ഒരു മരിക്കാൻ ഉള്ള ഒരു അവസ്ഥയിലേക്ക് ആക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ 13 പാർട്ടിലും ഞാൻ ഹെൽത്തി നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഹെൽത്തി സ്കാൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹെയർ ഗ്രോത്ത് പ്രോപ്പർ ആവത്തുള്ളൂ, അല്ലെങ്കിൽ ബെറ്റർ ഹെയർ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. ഓയിലി സ്കാൽപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹെൽത്തി സ്കാൽപ്പിന്റെ ലക്ഷണമല്ല. അങ്ങനെ നിങ്ങൾ അതൊരു മിത്താണ്. ഓയിലി സ്കാൽപ്പാണ്, എന്റെ ഡ്രൈ സ്കാൽപ്പ് അല്ല, ഓയിലി സ്കാൽപ്പുള്ള ആൾക്കാർക്ക് ഭയങ്കര നല്ല സ്കാൽപ്പാണെന്ന് അങ്ങനെ ഒരു കാര്യം ശരിക്കും ഇല്ല. ഓയിലി സ്കാൽപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ബെറ്റർ സ്കാൽപ്പ് എന്നതൊരു എക്സാമ്പിൾ അല്ല, അതിനും അതിന്റേതായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമ്മളുടെ ഒരു സീരീസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് ഒരുപാട് ഹെയർ പ്രൊഡക്ട്സിന്റെ ആവശ്യമില്ല. നമുക്ക് അതിന്റേതായ സാധനങ്ങൾ മാത്രം മതി, അതായത് മിനിമൽ പ്രൊഡക്ട്സ് മതി. ഈ ഒരുപാട് ഹെയർ പ്രൊഡക്ട്സ് ഒക്കെ ഓരോ ദിവസം ഇപ്പം ഓരോരോ നമ്മുടെ സ്കിന്നിനായിക്കോട്ടെ, ഹെയറിനായിക്കോട്ടെ, ഹെൽത്തിനായിക്കോട്ടെ, ഓരോ ദിവസം ഓരോ പുതിയ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കയറി ട്രൈ ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ശരിക്കും നമ്മുടെ ഹെയറിന് ഒരു ഡേർട്ട് വന്നിട്ടുണ്ടെങ്കിൽ കഴുകി കളയാനുള്ള ഷാമ്പൂ, ഇനി വേണ്ടവർക്ക് കണ്ടീഷണറും, വേണ്ടവർക്ക് സിറം, അങ്ങനെ ഒരു മിനിമൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ബാക്കിയെല്ലാം നമ്മൾ എന്താ ഫുഡ് കഴിക്കുന്നതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ബെറ്റർ ആണ്. ഈ സിറം, വൈറ്റമിൻ സി സിറം നിങ്ങൾക്ക് സ്കാൽപ്പിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് വൈറ്റമിൻ സി നിങ്ങൾക്ക് ഇന്നലെ എടുത്തുവിടാം, അത്ര നോക്കിയാൽ മതി. അപ്പം ഒരുപാട് പ്രൊഡക്റ്റുകൾ, ഒരുപാട് ബ്രാൻഡുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അവർ അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഒരു ബിസിനസ് പേർപ്പസിന് വേണ്ടിയാണ് ലോഞ്ച് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതിലേക്കൊന്നും വേണ്ടി നോക്കാതെ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇന്നർ കെയർ കൊടുക്കുക. ഹെൽത്തി ആയിട്ട് നിങ്ങൾ തിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കാൽപ്പും നിങ്ങളുടെ ഹെയറും ഹെൽത്തി ആയിരിക്കും. ലാസ്റ്റ് ബട്ട് ലീസ്റ്റ് നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡ്, നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡാണ്. അതിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ ബാത്തിങ് മിസ്റ്റേക്സ്. നമ്മൾ ഹെൽത്തി സ്കാൽപ്പിനെ ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞു, പക്ഷെ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് പലരും വെക്കുന്ന കുറെ മിസ്റ്റേക്സ് ഉണ്ട്. അതിനെ ബേസ് ചെയ്ത് ഒരു ചെറിയ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽ വീഡിയോ കുറെ ആൾക്കാർ എന്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്കാൽപ്പിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹെയറിനെ ബേസ് ചെയ്തിട്ടോ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കാം. പിന്നെ സേവ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെയറിനെ ബേസ് ചെയ്തിട്ടോ നിങ്ങളുടെ ഡയറ്റിനെ ബേസ് ചെയ്തിട്ടോ എന്തെങ്കിലും കൺഫ്യൂഷൻസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. എന്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ എന്റെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ള നമ്മളുടെ ഡയറ്റ് പ്ലാൻ ഒക്കെ എന്തായി, നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ? ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ബെറ്റർ റിസൾട്ട്സ് ഉണ്ടാവുന്നുണ്ട്. ഞാൻ അതിന്റെ ഒരു വേറൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ബെറ്റർ റിസൾട്ട് ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഒരു മാസമായിട്ടുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻ കേൾക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ അത് പ്ലാൻ ഫോളോ ചെയ്തത് കൊണ്ട് തന്നെ അത് ഞാൻ കോൺഫിഡൻസോടെ നിങ്ങൾക്ക് പറഞ്ഞത് അത് ആക്ച്വലി എനിക്ക് വർക്ക് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഒരുപാട് ഹെയർ പ്രൊഡക്ട്സ് ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഹെൽത്തിന് വേണ്ടിയിട്ട് ആ ഡയറ്റ് ചാർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഭയങ്കര റിസൾട്ട് ഉണ്ട്. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.